നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷത്തിന് ആവേശമായി VS എത്തി. സോളാർ സരിതയാണ് UDFന്റെ ക്യാമ്പയിനറെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. തലചായ്ക്കാൻ ഇടം നിഷേധിക്കുന്നവർക്കായി നിഷേധ വോട്ടിലൂടെ മറുപടിയെന്ന് കേരള മണ്ണാൻ സഭ. ആലപ്പുഴ ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടറുടെ ചിത്രം UDF ഇലക്ഷൻ പ്രചാരണത്തിന് ഉപയോഗിച്ചു. കളക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് G. സുധാകരൻ MLA കുത്തിയിരിപ്പ് സമരം. വാർത്തകൾ വിശദമായി. സോളാർ കേസിലെ പ്രതി സരിത S. നായരാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനറെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സരിതയ്ക്ക് സംരക്ഷണം നൽകുന്നവരാണ് ചില കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും നേതാക്കളും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതിക്ക് പിന്തുണ നൽകാനാണ് AK ആന്റണി ശ്രമിക്കുന്നതെന്നും VS പറഞ്ഞു. LDFന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മണ്ണഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ തോമസ് ഐസക് MLA, സജി ചെറിയാൻ, A. ശിവരാജൻ, PP ചിത്തരഞ്ജൻ, അഡ്വക്കേറ്റ് ബിജിലി ജോസഫ് എന്നിവർ സംസാരിച്ചു. മിസ്റ്റർ വേണുഗോപാൽ കേന്ദ്ര ഊർജ വകുപ്പ് മന്ത്രിയാണ്. നിങ്ങൾ കേട്ടുകാണുമല്ലോ ഒരുത്തിയെ കുറഞ്ഞ വിലയ്ക്ക് ഇലക്ട്രിസിറ്റി തരാം എന്ന് പറഞ്ഞിട്ട് പലരിൽ നിന്നും കോടികൾ വസൂലാക്കിയ സരിതായസ്ഥായരാണ് ഇപ്പോൾ UDFന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനർ. ഭൂരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടനാട്ടിൽ നിന്നും മിച്ചഭൂമിക്കായി അപേക്ഷ നൽകിയവർക്ക് കാസർഗോഡാണ് ഭൂമി അനുവദിച്ചത്. കുട്ടനാടിന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ച തങ്ങൾക്ക് 3 സെന്റോ 30 ഏക്കറോ കാസർഗോഡ് തന്നാലും വേണ്ടെന്ന് KJ സുനിൽകുമാർ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ 1500 പരം ഹെക്ടർ മിച്ചഭൂമിയായുണ്ട്. ഇത് സർക്കാർ രേഖകൾ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഒരേക്കർ കൃഷിഭൂമിയും 10 സെന്റ് പാർപ്പിടത്തിനുമായി വിതരണം ചെയ്യണമെന്ന് കേരള മണ്ണാൻ സഭ ആവശ്യപ്പെടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 20-ന് കുട്ടനാട് താലൂക്ക് ഓഫീസിന് മുമ്പിൽ കൂട്ടധർണ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ധനമന്ത്രി KM മാണിയും തോമസ് ചാണ്ടി MLAയും MP കൊടിക്കുന്നിൽ സുരേഷും ധർണപ്പന്തലിലെത്തുകയും കേരള മണ്ണാൻ സഭ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പും നൽകുകയും ചെയ്തു. ഈ ഉറപ്പുകളെല്ലാം ജലരേഖയായെന്നും ഇവർ ആരോപിക്കുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ മണ്ണാൻ സഭയെ വഞ്ചിക്കുകയാണെന്നും ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത ജനാധിപത്യത്തിൽ പരിപൂർണ വിശ്വാസമുണ്ടെന്നും ജനവഞ്ചകരായ മുന്നണികളെ ഒറ്റപ്പെടുത്തുവാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ ഭൂരഹിതർ നിഷേധ വോട്ട് രേഖപ്പെടുത്തുമെന്നും സുനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ കുട്ടനാട് താലൂക്കിലെ ഞങ്ങളിൽപ്പെട്ട ഒരാളിനെ ഭൂരഹിത ഇല്ലാത്ത ജനങ്ങൾ എന്നുള്ള രീതിയിലെ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയിലെ സുനിൽകുമാർ എന്ന ആള് ഇതിലെ ഭൂമിക്ക് വേണ്ടി അപേക്ഷിച്ചു. ആ ഭൂമി 3 സെന്റ് ഭൂമി അദ്ദേഹത്തിന് അനുവദിച്ചു. പക്ഷേ കിട്ടിയത് കാസർഗോഡാണ്. അത് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലെ വിവരാവകാശ രേഖ മുഖാന്തരം തഹസീൽദാർക്ക് കള്ളാസ് കൊടുത്തപ്പോൾ 1500 ഹെക്ടറോളം ഭൂമി ഈ കുട്ടനാട് താലൂക്കിൽ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. എങ്കിൽ എന്തുകൊണ്ട് അത് ഈ 1500 ഹെക്ടർ ഭൂമി ഉള്ള സ്ഥിതിക്ക് ഈ പാവപ്പെട്ട ഈ കുടുംബത്തിനെ കാസർഗോഡ് പറഞ്ഞു വിടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫെബ്രുവരി 20-ാം തീയതി കുട്ടനാട് താലൂക്ക് ഓഫീസിന് മുമ്പിൽ ഒരു ധർണ സംഘടിപ്പിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ അന്ന് തന്നെ പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രിയും കൊടിക്കുന്നിൽ സുരേഷ്, ഇപ്പോൾ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷും കുട്ടനാട് MLA തോമസ് ചാണ്ടിയും അവിടെ എത്തുകയും ഞങ്ങളെ സമീപിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. ഞങ്ങളതിന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് അവരെ കാര്യമായിട്ട് അത് എടുക്കാമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ലാതെ അതിനെപ്പറ്റി പിന്നെ ഞങ്ങൾക്കൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു അറുതി ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ഞങ്ങളുടെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ നോട്ട ബട്ടൺ അമർത്താനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കെ വിദ്യാധരൻ, പീതാംബരൻ, ശ്രീകുമാർ MK എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ വരണാധികാരിയുടെ ചിത്രം ഉപയോഗിച്ച് ആലപ്പുഴ മണ്ഡലത്തിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് G. സുധാകരൻ MLA നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ കുത്തിയിരിപ്പ് സമരം നടന്നു. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അച്ചടിച്ച് വിതരണം ചെയ്ത ബുക്കിലെറ്റിലാണ് ജില്ലാ കളക്ടറും വാരണാധികാരിയുമായ B. പത്മകുമാറിന്റെ ചിത്രം കണ്ടത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്നാരോപിച്ചാണ് G. സുധാകരൻ MLA നേതൃത്വത്തിലുള്ള സംഘം 1 മണിക്കൂർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ജില്ലാ കളക്ടർ B. പത്മകുമാറിന്റെ ചിത്രത്തിനൊപ്പം ADMന്റെ ചിത്രവും അച്ചടിച്ചിട്ടുണ്ട്. 7 ലക്ഷം കോപ്പികളാണ് മണ്ഡലത്തിൽ വിതരണം ചെയ്തിരിക്കുന്നതെന്നും G. സുധാകരൻ MLA ആരോപിച്ചു. ജില്ലാ ഇലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ നേട്ടങ്ങളുടെ നല്ല 5 വർഷങ്ങൾ ലഘുലേഖയാണ്. 100 പേജുണ്ട്. ഇതിന്റെ 73ാമത്തെ പേജിലാണ് കലക്ടറെ നിർത്തിക്കൊണ്ടുള്ള ഇലക്ഷൻ പ്രചരണം നടത്തിയിരിക്കുന്നത്. അതാണ് ഈ പേജ്. ഇതിന്റെ ഫോട്ടോ എടുത്തതാണ് ഇവിടെ ഞങ്ങൾ പ്രദർശിപ്പിച്ച ബാനർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ADMനെ ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നതാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ADMനെ കാണാം. അപ്പോൾ ഇലക്ഷൻ ചട്ടങ്ങളിലെ ഏറ്റവും കുറ്റകരമായ ലംഘനം, കറപ്റ്റ് പ്രാക്ടീസിലെ മുൻഗണനയിൽ വരുന്ന അഴിമതിയാണ്. ഇത് കളക്ടർ ചെയ്തിരിക്കുകയാണ്, KC വേണുഗോപാൽ ചെയ്തിരിക്കുകയാണ്, അയാൾ ഇലക്ഷൻ കമ്മിറ്റി ചെയ്തിരിക്കുകയാണ്. 5-ാം തീയതി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ പരാതി കൊടുത്ത നടപടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജില്ലാ ഭരണാധികാരി ആ സ്ഥാനം നീക്കിയാൽ മാത്രം പോരാ, അത് സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യണോ എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 1 മണിക്കൂർ നേരം ഞങ്ങൾ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും LDF നേതാക്കന്മാരും സത്യഗ്രഹം നടത്തിയത്. 1 മണിക്കൂർ കഴിഞ്ഞു. ചട്ടലംഘനം നടത്തിയ KC വേണുഗോപാലിനെ അയോഗ്യനാക്കണമെന്നും വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നും G. സുധാകരൻ ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ, P. തിലോത്തമൻ MLA, മേഴ്സി ഡയാനോ മാസിഡോ, PP ചിത്തരഞ്ജൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. DMO കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് ഡോക്ടർ RK ഷേണായി ഉദ്ഘാടനം ചെയ്തു. Last 25 years, to that extent that I have forgotten everything else in medicine, and I remember, I know only about numeric college. That's also not 100%. I had the occasion to work in collaboration with many vector control research centers in India as well as abroad. One of the early studies was the tropical medicine school, London Tropical School of Medicine, collaborated with the research unit. We do a very small research work. And it's very interesting because even now doctors, whenever the patient goes with a swelling in the leg and fever, they start treating with dialyl carbamazine. DMO K. സഭ്യ ബീവി അധ്യക്ഷയായി. ഡോക്ടർമാരായ ജേക്കബ് വർഗീസ്, M. മനോജ്, EK ഷേണായി, K. നാസർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ B. പത്മകുമാർ എഴുതിയ വേനൽക്കാല രോഗങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ.
പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 നാൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലേക്ക് കേന്ദ്ര നേതാക്കളുടെ കുത്തൊഴുക്കാണ്. കോൺഗ്രസും CPM-ഉം BJP-യും ഒപ്പത്തിനൊപ്പം നേതാക്കളെ രംഗത്തിറക്കുന്നു. കഴിഞ്ഞ 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വീറും വാശിയുമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. അതിന്റെ പ്രധാന കാരണം നിഷേധ വോട്ടാണ്. 10 വർഷക്കാലത്തെ UPA സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ചർച്ച ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ AK ആന്റണിയും വയലാർ രവിയും പ്രചാരണം നടത്തുന്നത്. UPA സർക്കാരിനെതിരെ പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പ്രവർത്തകരുടെ കുറവും പല സർവേ ഫലങ്ങളും പരാജയം ചൂണ്ടിക്കാണിക്കുന്നതാണ് കോൺഗ്രസ് ക്യാമ്പിനെ നിരാശയിലാഴ്ത്തുന്നത്. CPM ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നത് അഴിമതിയുടെയും വിലക്കയറ്റത്തിന്റെയും സോളാർ വിഷയത്തിലൂടെയുമാണ്. RMBയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായമാകും വിധം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്ന VS അച്യുതാനന്ദന്റെ പൊടുന്നനെയുള്ള നിലപാട് മാറ്റവും CPM-ന് കരുത്തായി. അതേസമയം TP ചന്ദ്രശേഖരന്റെ കൊലപാതകവും CPM നടത്തിവന്നിരുന്ന സമരങ്ങൾ പൊളിയുന്നതും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും CPM-ന്റെ വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. കേരളത്തിലെ BJP ക്യാമ്പ് വളരെ ആവേശത്തിലാണ്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിന്റെ അലയൊലി കേരളത്തിൽ ഉണ്ടാകുമെന്നും അതുവഴി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്നുമാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ BJP അലട്ടുന്ന പ്രധാന വിഷയം പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് മറനീക്കി പുറത്തു വന്നതാണ്. ഇത് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമാകുമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ കരുതുന്നു. ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ബോധവൽക്കരണ ക്യാമ്പും റാലിയും സംഘടിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുഞ്ഞമ്മ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മനോജ് K. ജോർജ്, ഡോക്ടർ ജയലക്ഷ്മി എന്നിവർ ക്ലാസ് നയിച്ചു. 90% പേർക്കും ആദ്യം പറഞ്ഞ വെറും ഡെങ്കു ഫീവർ മാത്രമായിട്ടാണ് വരുന്നത്. അതായത് വൈറൽ പനി പോലെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 10% ആൾക്കാർക്കാണ് ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് പോകുന്നത്. ഡെങ്കു പനി വരുമെന്ന് പറയുമ്പോഴേക്കും ആരും ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനം നന്നായി റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വേനൽക്കാല ചിത്രരചനാ ക്യാമ്പ് കുരുന്നുകൾക്ക് കൗതുകമായി. രാമങ്കരി LP സ്കൂളിൽ നടന്ന വേനൽ തുമ്പി ചിത്രരചനാ കളരിയാണ് വേനലിൽ കുളിരായി മാറിയത്. മീശ മാർജാരൻ എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവായ ദേവപ്രകാശാണ് ചിത്രരചനാ ക്യാമ്പ് നയിച്ചത്. വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. BRC ട്രെയിനർ അജിത് കുമാറിന്റെ നാടൻ പാട്ടുകൾ കുട്ടികൾ ഏറ്റുപാടി. വാർഡ് മെമ്പർ ശ്രീദേവി രാധാകൃഷ്ണൻ, AEO മറിയത്ത് BV, BPO പുഷ്പൻ, M സിന്ധു എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി സാവേരി മ്യൂസിക് അക്കാദമി 1ാം വാർഷികം ഗായിക S ജാനകി ഉദ്ഘാടനം ചെയ്യുമെന്ന് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ സിബി മുളയ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭ ടൗൺ ഹാളിലാണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ സിബി മുളയ്ക്കൽ അധ്യക്ഷത വഹിക്കും. ചീഫ് വിപ്പ് PC ജോർജ്, CF തോമസ് MLA, ജോസഫ് വാഴക്കൻ MLA,
നഗരസഭാ അധ്യക്ഷ സ്മിത ജയകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിന്, ചങ്ങനാശ്ശേരി എന്നുള്ള കേരളത്തിന് ഒരുപാട് കലാരംഗത്തും സാംസ്കാരിക തലത്തിലും ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് കാവേരി മ്യൂസിക് രൂപം നൽകിയത്, സിബി മുളക്കൻ രൂപം നൽകിയത്. ഇന്ന് ഇപ്പൊ അത് 1 വർഷമായിരിക്കുകയാണ്. തുടക്കത്തില് എന്ത് ഉദ്ദേശ ലക്ഷ്യത്തോടെ അത് തുടങ്ങി വെച്ചോ അത് ഒരു പരിധി വരെയെങ്കിലും സാക്ഷാത്കരിച്ചു എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ 1ാം വർഷത്തിലേക്ക് കടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സിബി മുളയ്ക്കൽ, പാപ്പച്ചൻ കാർത്തികപ്പള്ളി, സെബിൻ ജോൺ എന്നിവർ പങ്കെടുത്തു. ഉച്ചഭാഷിണി ഉടമകളോട് പോലീസ് കാണിക്കുന്ന പ്രതികാര നടപടിയും അവഗണനയും അവസാനിപ്പിക്കണമെന്നും മൈക്ക് പെർമിഷൻ നടപടികൾ നീതിപൂർവമാകാത്ത പക്ഷം വീണ്ടും സമരപരിപാടികൾ ആരംഭിക്കേണ്ടി വരുമെന്നും അസോസിയേഷൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കുട്ടമംഗലം ചക്കങ്കരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിക്ക് മുന്നിൽ ഭദ്രകാളി ദേവി വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം നടന്നു. NSS കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് തയ്യിൽ PK രാധാകൃഷ്ണ പണിക്കർ വിഗ്രഹ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കൂടിയായ കലവൂർ അമ്പാടിമഠം രമീഷ് വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ചാക്കോങ്കളം CP ഓമനക്കുട്ടനാണ് വിഗ്രഹത്തിന്റെ ശില്പി. ചടങ്ങിൽ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കറുകയിൽ കൃഷ്ണൻകുട്ടി നായർ, സെക്രട്ടറി KK രാജീവ് ഗുരുശൈലം, സുരേന്ദ്രൻ ബീനാസദനം, സുരേഷ് മാധവൻ, മണികണ്ഠൻ മണിമംഗലം, ക്ഷേത്രം ജീവനക്കാരൻ ദിവ്യകുമാർ തുടങ്ങി നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. കാവാലം മേജർ പള്ളിയറക്കാവ് ദേവി ക്ഷേത്രത്തിലെ 6ാം തിരുവുത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 9 വൈകിട്ട് 5-ന് ദേശത്താലപ്പൊലി നടക്കും. കാവാലം കരിയൂർമംഗലം ഈഴമ്പാക്കക്കാവിൽ നിന്നും ആരംഭിക്കുന്ന താലപ്പൊലി വടക്കേക്കുറ്റ് ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ലവകുമാർ പുഞ്ചായിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടതുപക്ഷത്തിന് ആവേശമായി VS എത്തി. സോളാർ സരിതയാണ് UDFന്റെ ക്യാമ്പയിനറെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. തലചായ്ക്കാൻ ഇടം നിഷേധിക്കുന്നവർക്കായി നിഷേധ വോട്ടിലൂടെ മറുപടിയെന്ന് കേരള മണ്ണാൻ സഭ. ആലപ്പുഴ ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടറുടെ ചിത്രം UDF ഇലക്ഷൻ പ്രചാരണത്തിന് ഉപയോഗിച്ചു. കളക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് G സുധാകരൻ MLAയുടെ കുത്തിയിരിപ്പ് സമരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.